ഹായ് ഓൾ. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ് ശേഷം ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു ട്രിപ്പ്. കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരുടെ ഒപ്പമാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഖത്തറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഖത്തർ ടു ദുബായ്, ദുബായ് ടു DMK എയർപോർട്ടായിരുന്നു. അവർ വരുന്നതിനും ഒരു ദിവസം മുന്നേ നമ്മളവിടെ ലാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു ഹോസ്റ്റൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു 2 മണി ടൈമിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പായി. റൂമിൽ ചെക്ക് ചെയ്ത ഉടനെ ഞങ്ങൾ നേരെ വിട്ടത് 7-Elevenലേക്കായിരുന്നു. 7-Elevenൽ നിന്ന് കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. പിന്നെ ഒരു മാളിലേക്കാണ് പോയത്. നമുക്കപ്പോൾ കുറച്ച് എക്സ്ട്രാ അവേഴ്സ് നമുക്ക് ഉള്ളത് കൊണ്ട് മാക്സിമം ആ ഒരു ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ബാങ്കോക്കിൽ നമ്മൾ ഒരു മാളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തു. ബാങ്കോക്കിലെ സീക്കോൺ മാളിലാണ് ഈ സ്പേസ് ആൻഡ് ടൈം ക്യൂബ് വരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മിറേഴ്സും ലൈറ്റ്സും കുറേ 3D എഫക്ട്സ് ഒക്കെ ആയിട്ടുള്ള കുറേ റൂംസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഒരു പാൻ കേക്ക് ട്രൈ ചെയ്തായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ അന്നത്തെ ഡിന്നർ നമ്മൾ ചൂസ് ചെയ്തത് KFC ആയിരുന്നു കേട്ടോ. ഒരുപാട് റീൽസിലും റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. തായ്ലൻഡിലെ KFC ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റിയാന്ന്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര യമ്മി ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് വിട്ടത്. വേഗം കിടന്ന് ഉറങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത്. കാരണം രാവിലെ വെളുപ്പിനെ എണീക്കണം. ഒരു 5:30 ആകുമ്പോൾ ലാൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് തായ്ലൻഡിലെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ബാക്കി അടുത്ത വീഡിയോയിൽ.